പുതിയൊടിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനായുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥി ദൃശ്യം പഠിക്കേണ്ട മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലിലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ദൃശ്യം ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനമായി നോക്കാം. യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു. നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ബിരുദ ഏകജാലകം 2026 രണ്ടാം അലോട്ട്മെന്റിനുള്ള നിർദ്ദേശങ്ങൾ, വിദ്യാർത്ഥികൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ. ആപ്ലിക്കേഷൻ നമ്പർ യൂസർ ID ഉപയോഗിച്ച് ക്യാപ്പ് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക. ഓക്കെ, എത്രയും ചെയ്യുക. നിങ്ങളുടെ ഓപ്ഷനുകൾക്കെതിരെ ഏതെങ്കിലും കോളേജ് വില്ലിങ്നെസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതായത് പരിശോധിക്കുക. അതായത് ഇതാണ് പറയുന്നത്, നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും കോളേജുകൾ നിങ്ങളുടെ അപേക്ഷയ്ക്ക് നേരെ വില്ലിങ്നെസ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം. ലഭ്യമായ വില്ലിങ്നെസ്സുകളിൽ ഏറ്റവും അഭികാമ്യമായ കോളേജ് പ്രോഗ്രാം കോമ്പിനേഷനുള്ള വില്ലിങ്നെസ് ശ്രദ്ധാപൂർവ്വം സ്വീകരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എന്തായിരിക്കും, ഒന്നിലധികം കോളേജുകൾ വില്ലിങ്നെസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ വരുന്ന വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ഏറ്റവും അഭികാമ്യമായ, തങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജ് കോഴ്സ് ഉള്ള വില്ലിങ്നെസ് സ്വീകരിക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കേണ്ട ഫീസ് ഓൺലൈനായി അടയ്ക്കുക. ജനറൽ വിഭാഗത്തിന് 1695 1695. SC/ST വിഭാഗങ്ങൾക്ക് 50 രൂപയാണ് അടയ്ക്കേണ്ടത്. ശേഷം അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക. ഫീസ് അടച്ചാലേ അലോട്ട്മെന്റ് മെമ്മോ കിട്ടൂ. പ്രവേശനത്തിന് ആവശ്യമായ എല്ലാ അസൽ രേഖകളുമായി അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ഹാജരാകുക. ഇവിടെ ഒന്നും നമുക്ക് വിശദീകരിക്കാനൊന്നുമില്ല, എല്ലാ പ്രൊസീജിയറും സെയിം തന്നെ. പ്രവേശന നടപടികൾ പൂർത്തിയാക്കി കോളേജിൽ നിന്നും സ്ഥിരീകരണ സ്ലിപ്പ്, കൺഫർമേഷൻ സ്ലിപ്പ് കൈപ്പറ്റുക. നിങ്ങൾ കോളേജിൽ പ്രവേശന നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും, അവിടെ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് കിട്ടും. അത് സൂക്ഷിക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. താൽക്കാലിക പ്രവേശനത്തിന്, ടെമ്പററി അഡ്മിഷന് യാതൊരു സംവിധാനവും ഉണ്ടായിരിക്കില്ല. എല്ലാ പ്രവേശനങ്ങളും സ്ഥിര പ്രവേശനമായിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. എല്ലാ അലോട്ട്മെന്റും പെർമനന്റ് മാത്രമേ ഉള്ളൂ. കോളേജുകൾ രേഖപ്പെടുത്തുന്ന വില്ലിങ്നെസ് 24 മണിക്കൂർ മാത്രമേ സജീവമായിരിക്കുകയുള്ളൂ. അതിനാൽ ഏറ്റവും അഭികാമ്യമായ ഓപ്ഷനിലെ വില്ലിങ്നെസ് 24 മണിക്കൂറിനുള്ളിൽ സ്വീകരിക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയ്ക്ക് നേരെ ഏതെങ്കിലും കോളേജുകൾ വില്ലിങ്നെസ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വെറും 24 മണിക്കൂർ മാത്രമാണ് ആ വില്ലിങ്നെസ് നിലനിൽക്കുകയുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യും, അത് ക്യാൻസൽ ചെയ്തു പോകും. അതുകൊണ്ട് നിങ്ങൾ ആ 24 മണിക്കൂറിനുള്ളിൽ സ്വീകരിക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ജൂൺ 30 വരെ കോളേജിൽ പ്രവേശനം നേടാം. അതായത് ജൂൺ 30 വരെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, കോളേജിൽ പ്രവേശനം നേടാൻ സാധിക്കും. നിലവിലെ റാങ്ക് ലിസ്റ്റിന് ജൂൺ 30 വരെ മാത്രമേ പ്രാബല്യം ഉണ്ടാവുള്ളൂ. അതിനുശേഷം അടുത്ത അലോട്ട്മെന്റിനായുള്ള പുതിയ രജിസ്ട്രേഷൻ ആരംഭിക്കും. ഇപ്പോൾ രണ്ടാം അലോട്ട്മെന്റിലുള്ള റാങ്ക് ലിസ്റ്റിന് ജൂൺ 30 വരെ മാത്രമേ കാലാവധിയുള്ളൂ. അതിനുശേഷം അടുത്ത അലോട്ട്മെന്റ്, അതായത് തേർഡ് അലോട്ട്മെന്റിനായിട്ട് എന്ത് ചെയ്യും, പുതിയ രജിസ്ട്രേഷൻ ആരംഭിക്കും. കോളേജ് പ്രോഗ്രാം കോമ്പിനേഷൻ അനുയോജ്യമല്ല എന്ന് തോന്നുന്ന പക്ഷം ആ വില്ലിങ്നെസ് സ്വീകരിക്കേണ്ടത് നിർബന്ധമില്ല. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയ്ക്ക് നേരെ ഏതെങ്കിലും ഒരു കോളേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ വില്ലിങ്നെസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആ കോമ്പിനേഷൻ എടുക്കാൻ താല്പര്യമില്ല എങ്കിൽ ആ വില്ലിങ്നെസ് നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളത് നിർബന്ധമില്ല. വില്ലിങ്നെസ് സ്വീകരിക്കുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധാപൂർവം തീരുമാനമെടുക്കുക. ഒരിക്കൽ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്താൽ സ്വീകരിച്ച വില്ലിങ്നെസ് പിന്നീട് മാറ്റാൻ സാധിക്കില്ല. അതായത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് നേരെ വെച്ചിട്ടുള്ള വില്ലിങ്നെസ്, ഏതെങ്കിലും കോളേജുകൾ വില്ലിങ്നെസ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജും കോഴ്സും ഇഷ്ടമാണെങ്കിൽ മാത്രമേ ആ വില്ലിങ്നെസ് സ്വീകരിക്കാൻ പാടുള്ളൂ. ആ വില്ലിങ്നെസ് നിങ്ങൾ സ്വീകരിക്കുകയും നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്താൽ പിന്നീട്
വില്ലിനെസ് മാറ്റാൻ പറ്റില്ല. പിന്നീട് ആ ലഭിച്ച വില്ലിനെസ് മാറ്റാൻ പറ്റില്ല. യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കുന്നതിന് മുമ്പ് സ്വീകരിച്ച വില്ലിനെസ് റദ്ദാക്കാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെട്ട കോളേജിലേക്ക് ഇമെയിൽ അയച്ച് റദ്ദാക്കൽ അഭ്യർത്ഥനയും തുടർന്ന് കോളേജുമായി ബന്ധപ്പെടുകയും വേണം. അതായത് ഉദാഹരണമായി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും കോളേജിൽ നിന്ന് ലഭിച്ച വില്ലിനെസ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റദ്ദാക്കണം എന്നുണ്ടെങ്കിൽ ആ കോളേജിലേക്ക് നിങ്ങൾ ഇമെയിൽ അയക്കുകയും, ഇമെയിൽ അയച്ചാൽ മാത്രം പോരാ, ആ ഇമെയിൽ അയച്ചിട്ടുള്ള വിവരം കോളേജിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും വേണം. കോളേജുമായി ബന്ധപ്പെടുകയും വില്ലിനെസ് ക്യാൻസലാക്കുകയും വേണം. ഏതെങ്കിലും പ്രത്യേക ഓപ്ഷനിലെ വില്ലിനെസ് സ്വീകരിക്കാൻ കോളേജ് അധികൃതർ നിർബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഉടൻ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നേരെ രേഖപ്പെടുത്തിയിട്ടുള്ള വില്ലിനെസ് ഉള്ള കോളേജുകളിൽ ഏതെങ്കിലും കോളേജുകൾ ആ വില്ലിനെസ് നിങ്ങളെ സ്വീകരിക്കാൻ നിർബന്ധിക്കുകയാണ്, നിങ്ങളെ ആ വില്ലിനെസ് സ്വീകരിക്കാൻ നിങ്ങളെ പ്രഷർ ചെയ്യുകയാണ്, നിങ്ങളെ നിർബന്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമില്ലായിരിക്കും, ചിലപ്പോൾ ആ വില്ലിനെസ് സ്വീകരിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല, എന്നിട്ടും നിങ്ങളെ അവർ നിർബന്ധിക്കുകയാണ്. അങ്ങനെയുണ്ടെങ്കിൽ നിർബന്ധമായും ആ വിവരം ഉടൻ യൂണിവേഴ്സിറ്റിയുടെ ശ്രദ്ധയിൽ പെടുത്തേണ്ടതാണെന്നുള്ള വിവരം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇത്രയും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു. ജൂൺ മാസം 27 ഇന്നു മുതൽ ജൂൺ മാസം 30 വരെ, അതായത് ചൊവ്വാഴ്ച വരെ നിങ്ങൾക്ക് ഇതിനായുള്ള പ്രവേശന നടപടികൾ പൂർത്തിയാക്കാം. അപ്പോൾ പുതിയ കാണുന്നതിന് വേണ്ടി ഫണ്ട് സബ്സ്ക്രൈബ് ഫോർ ദ കരിയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.